ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോണോറെയിൽ യാത്രയാണ്. അതായത് ദുബായിലെ പാം ജുമൈറയിലുള്ള നഖീൽ മാളിൽ നിന്നും അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് പാം ജുമൈറയിലുള്ള തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ തൊട്ടുപുറത്തായിട്ടൊരു സ്റ്റേഷനുണ്ട്, അതിന് അറ്റ്ലാന്റിസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അവിടേക്കാണ് നഖീൽ മാളിൽ നിന്ന് നമ്മൾ മോണോറെയിൽ യാത്ര നടത്താൻ പോകുന്നത്. നഖീൽ മാളിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് മോണോറെയിൽ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്നും നമുക്ക് അറ്റ്ലാന്റിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ, അതായത് നമ്മൾ നഖീൽ മാളിൽ നിന്നും അറ്റ്ലാന്റിസിലേക്കും അവിടെ നിന്ന് തിരിച്ച് നഖീൽ മാളിലേക്കും 25 ദറംസാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ പഞ്ച് ചെയ്ത് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്നു. എലിവേറ്റർ വഴി നമ്മളിതാ മുകളിലത്തെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് ചുറ്റിയിടന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ട്രെയിനിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് നല്ല വലിപ്പമുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. സ്റ്റേഷൻ നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് പാം ജുമൈറയിലെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ദുബായ് വിസിറ്റിംഗ് നടത്തുന്നത് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മോണോറെയിൽ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്റ്റേഷൻ്റെ 2 സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറിൻ്റെ മുകളിൽ കാണുന്നതാണ് മോണോറെയിലിൻ്റെ പാളം. അതായത് ഒരു സിംഗിൾ ബ്രിഡ്ജിൽ നിന്ന് വന്ന് ഈ ഒരു സ്റ്റേഷൻ്റെ 2 സൈഡിലായിട്ട് ഡൈവേർട്ട് ചെയ്തു പോകുന്നതാണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് മോണോറെയിലിൻ്റെ പാളം. നമ്മൾ നമ്മുടെ ട്രെയിനിന് വേണ്ടി ഇതിനെ കാത്തു നിൽക്കുകയാണ്. ഏകദേശം നഖീൽ സ്റ്റേഷനിൽ നിന്നും അറ്റ്ലാന്റിസിലേക്ക് 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരു 10 മിനിറ്റോളം യാത്ര വരും. അങ്ങനെ നമ്മൾ കാത്തു നിന്ന നമ്മുടെ മോണോറെയിൽ പതുക്കെ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെയിനിലാണ് നമ്മളിനി തിരിച്ച് അറ്റ്ലാന്റിസിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഒരു മോണോറെയിൽ യാത്രയ്ക്കായിട്ട് വരുന്നെങ്കിൽ നോർമൽ ഒരു അവധി ദിവസം വരുന്നതായിരിക്കും നല്ലത്. സ്പെഷ്യൽ ഹോളിഡേയ്സിലൂടെ വന്നാൽ വളരെ നല്ല തിരക്കായിരിക്കും. ഇന്നടുത്ത് നമ്മളിതാ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളിതാ മോണോറെയിലിൻ്റെ അകത്തേക്ക് കടന്നു. നല്ല വിസ്താരമുള്ളൊരു ട്രെയിൻ തന്നെയാണ്. ഇതിൻ്റെ പല സ്ഥലത്തായിട്ട് നമ്മുടെ പാം ജുമൈറയുടെ ലോഗോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു ലോബി കയറുന്ന പോലത്തെ ഒരു ഫീലാണിത്. അത്രയ്ക്കും നല്ല രീതിയിലാണ് ആ ഒരു സീറ്റിംഗ് സംവിധാനമൊക്കെ ഒരു റെയിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ പതുക്കെ നടന്ന് ഏറ്റവും ഫ്രണ്ടിലായിട്ട് വന്നു നിന്നു. കാരണം ഇവിടെ നിന്നാലാണ് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പാളത്തിലൂടെയുള്ള യാത്രയും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് സ്റ്റേഷനിലേക്ക് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. അത്ര വലിയ ലോങ് ആയിട്ടുള്ളൊരു യാത്രയല്ല, എങ്കിലും ഈ ഒരു യാത്ര ഒരു 10 മിനിറ്റ് ആണെങ്കിലും വളരെ നല്ലൊരു വൈബ് തരുന്നൊരു യാത്ര തന്നെയാണ്. ഈ ഒരു മോണോറെയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഫ്ലൈ ഓവറിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് തൊട്ട് 2 സൈഡിലായിട്ടുള്ള കാഴ്ചകളൊക്കെ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു പാം ജുമൈറയുടെ ആ ഒരു സ്ട്രക്ചറിൽ പണിത് വെച്ചിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പാർക്കുകളും മറ്റ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങ് ദൂരെ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് അറ്റ്ലാന്റിസ് സ്റ്റേഷനുണ്ട്. അവിടെയാണ് ഈ ഒരു മോണോറെയിൽ യാത്രയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു 2 സൈഡിലും ബിൽഡിങ്ങൊക്കെ ഉള്ള ഏരിയ കഴിഞ്ഞ് ഇനിയിപ്പം തൊട്ടപ്പുറത്തോട്ട് കടലിൻ്റെ ഏരിയയാണ്. 2 സൈഡിലും പിന്നെ കടലാണ്. അതിൻ്റെ സെൻറ്ററിലൂടെയാണ് ഈ ഒരു മോണോറെയിലിൻ്റെ പാളം പോയിരിക്കുന്നത്. ഈ ഒരു മോണോറെയിൽ യാത്രയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ കിട്ടുന്ന ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും വെള്ളവും അതുപോലെ തന്നെ നടുക്കൂടെയുള്ള മോണോറെയിലിൻ്റെ പാളത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റെയിൽ യാത്ര ഞാൻ നടത്തിയിട്ടില്ല. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ സ്ട്രെയിറ്റ് കാണുന്നതാണ് അറ്റ്ലാന്റിസ് സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ ഏകദേശം സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റേഷനിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം നഖീൽ മാളിലോട്ടുള്ള യാത്ര തുടങ്ങും. ഈ ഒരു ടിക്കറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് നഖീൽ മാളിലോട്ടും പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസിലെത്തി. അങ്ങ് റൈറ്റ് സൈഡിലായിട്ടൊരു വ്യത്യസ്തമായിട്ടൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാം ജുമൈറയുടെ പനയുടെ ആ ഒരു തലഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു ബീച്ച് ഏരിയ എന്ന് പറയുന്നത് പനയുടെ ഒരു തലഭാഗമാണ്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷം അടുത്ത ട്രെയിനിൽ കയറി നമ്മൾ നഖീൽ മാൾ സ്റ്റേഷനിലേക്ക് തന്നെ പോകും.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പാം ജുമേറ, അതായത് ഈ ഒരു പനയുടെ ഷേപ്പിലുള്ള ഈ ഐലൻഡിൻ്റെ തലഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അറ്റ്ലാന്റിക് സ്റ്റേഷൻ്റെ ഉൾഭാഗമാണ്. നല്ല വലിപ്പമുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് അറ്റ്ലാന്റിക് സ്റ്റേഷൻ. നമ്മൾ വന്ന ദിവസം പൊതുവെ തിരക്ക് കുറവായതിനാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. നമ്മുടെ ഒരു റെയിലിൻ്റെ പാളം, അതുപോലെ തന്നെ അതിലൂടെ ഓടുന്ന മോണോ റെയിലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് മോണോ റെയിലിൻ്റെ പാളമാണ്. നമ്മളങ്ങനെ വീണ്ടും ഈ സ്റ്റേഷനിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങ് ദൂരെ കാണുന്ന ബിൽഡിംഗാണ് റോയൽ അറ്റ്ലാന്റിസ് റിസോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് അക്വാവെഞ്ചർ വാട്ടർ തീം പാർക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അറ്റ്ലാന്റിക് സ്റ്റേഷനിൽ നിന്നുള്ള പാം ജുമേറയുടെ പുറം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരിച്ചു പോകാനുള്ള ട്രെയിനിന് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമുക്ക് തിരികെ പോകാനുള്ള ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട്. ഈ മോണോ റെയിൽ യാത്രയ്ക്ക് 2 സ്റ്റേഷനുകളാണുള്ളത്, അറ്റ്ലാന്റിക് സ്റ്റേഷനും നഹീൽമാ സ്റ്റേഷനും. ഇതിനിടയ്ക്ക് വേറെ സ്റ്റോപ്പൊന്നുമില്ല. ഏകദേശം ഒരു 10 മിനിറ്റുള്ളൊരു യാത്രയാണ് ഒരു സൈഡിലേക്ക്, അതുപോലെ മറു സൈഡിലേക്ക് ഒരു 10 മിനിറ്റുള്ളൊരു യാത്രയാണ്. ഞാൻ തിരിച്ച് അങ്ങോട്ടുള്ള യാത്രയ്ക്കും ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ സീറ്റ് പിടിച്ചു. കാരണം ഫ്രണ്ടിലിരുന്നാലേ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല നേരാവണ്ണം കാണാൻ പറ്റും. ഈ ഒരു മോണോ റെയിലിൻ്റെ മുഴുനീള യാത്ര എന്ന് പറയുന്നത് വളരെ നല്ലൊരു വൈബ് കിട്ടുന്നൊരു യാത്രയാണ്. നല്ല മനോഹരമായിട്ടുള്ള ട്രെയിൻ, അതുപോലെ തന്നെ പുറം കാഴ്ചകളും വളരെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. തിരക്ക് കുറവായതിനാൽ ട്രെയിനിൻ്റെ അകഭാഗമൊക്കെ നല്ല ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ക്യാമറയിലാക്കാൻ പറ്റി. തിരക്കുണ്ടെങ്കിൽ ഈ ഒരു ക്ലിയർ ഇമേജ് നമുക്ക് കിട്ടത്തില്ല. ഇതിൻ്റെ സീറ്റും മറ്റ് ട്രെയിനിൻ്റെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് ഇപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റി. ട്രെയിനിൻ്റെ മുൻഭാഗത്തിരുന്ന ഞാൻ ട്രെയിനിൻ്റെ പുറകുഭാഗത്തേക്ക് നടക്കുകയാണ്. ഇന്ന് തിരക്ക് കുറവായതിനാൽ നമുക്ക് ഇതിൻ്റെ ട്രെയിനിലൂടെ ഇതിൻ്റെ ത്രൂ ഔട്ട് നടക്കാൻ പറ്റും. ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ മുൻഭാഗത്തിരുന്നത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ പുറകിലിരുന്ന് യാത്ര ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. മോണോ റെയിലിന് ഡ്യുവൽ ഹെഡാണ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരേ കണക്കാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം, തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പുറകു ഭാഗത്ത് ഈ ഒരു ഭാഗമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഈ ഒരു മോണോ റെയിലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 10 to 15 മിനിറ്റാണ് ഒരു സൈഡിലേക്ക്. അതുപോലെ മറു സൈഡിലേക്കും 15 മിനിറ്റോളം യാത്രയുണ്ട്. അരമണിക്കൂർ ഈ ഒരു യാത്ര കിട്ടുമെങ്കിലും തികച്ചും നല്ലൊരു വൈബ് കിട്ടുന്നൊരു യാത്രയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മോണോ റെയിൽ യാത്ര എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ മോണോ റെയിൽ യാത്രയൊക്കെ അവസാനിച്ചു. നമ്മൾ നഖീൽ മാൾ സ്റ്റേഷനിലേക്ക് എക്സിറ്റ് ആയി. ഇനി ഇവിടെ നിന്നും പുറത്തേക്കാണ് പോകുന്നത്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ചെയ്തു നോക്കേണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മോണോ റെയിൽ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മോണോ റെയിൽ യാത്രയൊക്കെ കഴിഞ്ഞു നഖീൽ മാളിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.